വഖഫ് നിയമം നിലവിലുണ്ട് എന്നതുകൊണ്ട് മാത്രം വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളിലും സിവിൽ കോടതികളുടെ അധികാരം ഇല്ലാതാകുന്നില്ലെന്ന് സുപ്രീം കോടതി. വഖഫ് ട്രിബ്യൂണലുകൾക്ക് എല്ലാത്തരം തർക്കങ്ങളിലും അമിതമായ അധികാരം നൽകാൻ വഖഫ് നിയമത്തിലെ സെക്ഷൻ 85 അനുവദിക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ കെ വിനോദ് ചന്ദ്രൻ, സഞ്ജയ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. വഖഫ് നിയമത്തിലെ സെക്ഷൻ 85 പ്രകാരം സിവിൽ കോടതികളുടെ അധികാരം പൂർണ്ണമായും എടുത്തുകളയുന്നില്ല. നിയമം കൃത്യമായി നിഷ്കർഷിച്ചിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ വഖഫ് ട്രിബ്യൂണലിന് ഇടപെടാൻ അധികാരമുള്ളൂ. ഒരു സ്വത്ത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ട്രിബ്യൂണലിന് അധികാരമുള്ളത് ആ സ്വത്ത് വഖഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. ലിസ്റ്റിൽ ഇല്ലാത്തതോ രജിസ്റ്റർ ചെയ്യാത്തതോ ആയ സ്വത്തുക്കളുടെ കാര്യത്തിൽ ട്രിബ്യൂണലിന് തീരുമാനമെടുക്കാൻ കഴിയില്ല. വാടകക്കാരെ ഒഴിപ്പിക്കുകയോ വഖഫ് സ്വത്തുക്കളിലെ ലീസ് വ്യവസ്ഥകൾ തീരുമാനിക്കുകയോ ചെയ്യുന്നത് പോലുള്ള എല്ലാ സിവിൽ തർക്കങ്ങളും വഖഫ് ട്രിബ്യൂണലിന്റെ പരിധിയിൽ വരില്ല. ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ താഴത്തെ നിലയിൽ പ്രാർത്ഥന നടത്തുന്നത് തടഞ്ഞതുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് ഈ വിധി. ഈ പ്രദേശം വഖഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതല്ലെന്ന് കണ്ടെത്തിയ കോടതി അവിടെ വഖഫ് ട്രിബ്യൂണലിന് അധികാരമില്ലെന്നും പരാതി സിവിൽ കോടതിയിലാണ് നൽകേണ്ടതെന്നും നിരീക്ഷിച്ചു.